എൻ്റെ രസമുണ്ടല്ലോ. അതായത് ആൾക്കാർക്ക് മാളിൽ പോകുമ്പോൾ പ്രശ്നമില്ല, സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ പ്രശ്നമില്ല, അതുപോലെ തന്നെ ഹോട്ടലിൽ പോകുമ്പോൾ പ്രശ്നമില്ല, ഒരു സ്ഥലത്ത് പോകുന്നതിന് പ്രശ്നമില്ല, ഒന്നിച്ചിരിക്കുന്നതിന് പ്രശ്നമില്ല. കാറിൽ ഒന്നിച്ചിരുന്ന ഒരാൾ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് വരിക, പിന്നെ ഇറങ്ങിയതിന് ശേഷം പള്ളിയിൽ കയറിയിട്ട് കുറേ ദൂരെ നിൽക്കുക നിസ്കരിക്കുമ്പോൾ. അത് ദൂരക്കാൻ വേണ്ടി നിയമം അനുശാസിക്കുകയാണെങ്കിൽ നിന്നോളി, അങ്ങനെ നിൽക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതേ സമയത്ത് ഞാൻ പറയുന്ന കാര്യത്തിന് ഒരു 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 ബുദ്ധിപരമായിട്ട് ഒരു ബോധം നമുക്ക് ഉണ്ടാകണ്ടേ. നമുക്ക് എല്ലാ സ്ഥലത്തും പോകുന്നതിന് ഒരു കുഴപ്പമില്ല, പള്ളിയിൽ മാത്രം പോകുമ്പോൾ അവിടെ രോഗം വരും, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. എല്ലാ സ്ഥലത്തെ പോലെ തന്നെയല്ലേ പള്ളിയിലും രോഗത്തിന് കാരണം ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രോട്ടോക്കോളൊന്നും ലംഘിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അത് ലംഘിക്കാത്ത വിധത്തിൽ തന്നെ ജുമഅയിൽ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അനുവദിക്കപ്പെട്ട ആളുകളൊക്കെ ജുമയിൽ പങ്കെടുക്കണം. അതിനുവേണ്ടി എല്ലാവരും ശരിക്കും ഓർമ്മിക്കണം. ജുമ ഒഴിവാക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യന് പറ്റുന്ന പണിയല്ല. മൻ തറക്ക സലാസ ജുമഇൻ മിൻ ഗൈരി ഇല്ലത്തിൻ, കാരണം കൂടാതെ 3 ജുമ ഒരാൾ കൈയൊഴിച്ചാൽ തബഅ അല്ലാഹു അലാ ഖൽബിഹി വഹു മുനാഫിഖ്, അവൻ്റെ ഹൃദയത്തിൽ അവൻ മുനാഫിഖാണെന്ന് സീൽ വെക്കുമെന്നാണ് പറഞ്ഞ്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല. 19 ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ മുനാഫിഖീങ്ങൾക്കെതിരെ ഇറങ്ങിയിട്ടുള്ളത്, മുനാഫിഖീങ്ങൾക്കെതിരായിട്ട്. കാരണം അത്ര മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിലെ ഏറ്റവും അടിയിലെ തട്ടിയിലാണ് മുനാഫിഖീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പോൾ മുനാഫിഖായി പോവുക എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ്. കപടവിശ്വാസിയായി പോവുക, കപടവിശ്വാസിയായിട്ട് സീൽ വെച്ച് പോവുക എന്ന് പറഞ്ഞാൽ